ഞാൻ എൻ്റെ വാദം കൂടി പറയാം. അതായത് പറ്റിക്കുന്ന പരസ്യം എന്ന് ചോദിച്ചാൽ പറ്റിക്കുന്ന പരസ്യം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് വാർത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേജിലേക്ക് എത്തുന്ന രീതി കുറേ കാലമായി പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെയുണ്ട്. ആ പരസ്യത്തിന്റെ റേറ്റ് അനുസരിച്ചാണ് വലിയ പരസ്യങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ. അത് ഈ പറഞ്ഞ UP സർക്കാരും നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഗുജറാത്ത് സർക്കാരും തെലങ്കാന സർക്കാരും കേരളത്തിൽ പരസ്യം കൊടുക്കുന്നു. കേരളത്തിൽ പരസ്യം കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. തെലങ്കാന സർക്കാർ ഇവിടെ പരസ്യം കൊടുക്കുന്നതും ഒരു രാഷ്ട്രീയമാണ്. ഞാൻ പറയട്ടെ, തുടങ്ങിയിട്ടേ ഉള്ളൂന്നേ, പറയട്ടെ. പരസ്യം കൊടുക്കുന്നത് രാഷ്ട്രീയമാണ്. പരസ്യം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാമെന്നേ, എന്താ തെറ്റ്? രാഷ്ട്രീയ പാർട്ടികൾ ഇതെന്താണ് എന്നെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശരിയല്ല, ഞാൻ പറയാണ്, സർക്കാരിന് പരസ്യം കൊടുക്കാൻ പാടില്ല. നേരത്തെ സുനിൽ പറയുമ്പോൾ ഞാനതാ പറഞ്ഞത്, സർക്കാരിന് പരസ്യം കൊടുക്കാം. അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കുന്നത് തെറ്റില്ല. PRD എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. മുഖ്യമന്ത്രിക്ക് കീഴിലാണ് PRD ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. PRD സംവിധാനത്തെ സംബന്ധിച്ച സർക്കാർ എന്നത് തുടർച്ചയാണ്. അത് പിണറായി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ എന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന സംവിധാനമല്ല PRD. അത് ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. PRD ഡയറക്ടറുടെ യഥാർത്ഥത്തിൽ ഇന്ന് സർവീസ് ചട്ടം ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് PRD ഡയറക്ടർ പ്രവർത്തിച്ചിരിക്കുന്നത്. PRD ഡയറക്ടർക്ക് പെൻഷൻ കൊടുക്കില്ല എന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണം രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത് അത് രാഷ്ട്രീയ പ്രതികരണമായി കണ്ടതാണ്. അത് രാഷ്ട്രീയമായി അവർക്ക് പറയാം. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ഞാൻ ചട്ടലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത്. നിയമപരമായും ധാർമ്മികമായും ചട്ടം ലംഘിച്ചിരിക്കുന്നു PRD ഡയറക്ടർ എന്നുള്ളതാണ്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസിന്റെ DPRന്റെ ചുമതല എന്താണ്? എല്ലാ പബ്ലിക് വാർത്തകളും, പൊതുവായി വരുന്ന എല്ലാ വാർത്തകളും സ്ക്രൂട്ടനൈസ് ചെയ്ത് അതത് വകുപ്പുകളെ അത് അറിയിക്കുക എന്നാണ് PRD ഡയറക്ടറുടെ ഒരു ജോലി. രണ്ടാമത്തെ ജോലി പറയുന്ന പോലെ സർക്കാരിന്റെ നല്ല ഡിസിഷൻ, സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. അത് PRDക്ക് ചെയ്യാമെന്നേ. പക്ഷേ ആദ്യത്തെ പേജിൽ കേരളം ഇരുട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി എന്ന് പറയുന്ന പണിയെടുക്കാനുള്ള സംവിധാനമല്ല PRD. അത് PRDക്ക് ചെയ്തുകൂടാ. ഇരുണ്ട കാലത്തിന്റെ തുടർച്ച, ഇരുണ്ട കാലം എന്ന CPMന്റെ വെബ്സൈറ്റിലെ കാര്യങ്ങളുടെ തുടർച്ച ഏർപ്പെടുത്താവുന്ന സംവിധാനമല്ല PRD. ഇവിടെ സർക്കാർ ജീവനക്കാർ സർക്കാരിനെ വിമർശിക്കുമ്പോൾ എന്താണ് സംഭവിക്കാറ്? സർക്കാരിനെ വിമർശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, സ്ഥലം മാറ്റം, നടപടി എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു? എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ PRD സംവിധാനത്തിൽ പ്രവർത്തിക്കാനാവുക? ചട്ടലംഘനമാണ്. അത് ഏതൊക്കെ ചട്ടലംഘനം? ഈ പറയുന്ന PRDയുടെ ചട്ടലംഘനം, PRD എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൽ ചട്ടലംഘനമുണ്ട്. അതുകൂടാതെ കോടതി വിധിയുടെ ലംഘനമുണ്ട്. അത് ഞാൻ വായിക്കാം. കോടതിയിൽ 2015 മെയ് 13 കോമൺ കോസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പറയുന്നത് പരസ്യങ്ങൾ പൊതു താല്പര്യത്തിനും സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും മാത്രമായിരിക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കണം. ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കാൻ പാടില്ല. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെ വിമർശനം പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. വളരെ വ്യക്തമായിട്ടാണ് വിധി. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വ്യക്തിക്കോ പാർട്ടിക്കോ ജനപിന്തുണ ലഭിക്കാൻ ലക്ഷ്യമിട്ടാകരുത് സർക്കാർ പരസ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ വെബ്സൈറ്റുകളുടെ അഡ്രസ് പരാമർശിക്കാൻ പാടില്ല. ഏതെങ്കിലും പാർട്ടിയുടെ ചിഹ്നങ്ങളോ കൊടിയോ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും ആണ് 2015 മെയ് 13 ഈ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വിധിയിൽ പറയുന്നത്. PRD ചട്ടം ഞാൻ നേരത്തെയും വായിച്ചു, ഞാൻ ഡിബേറ്റിലും വായിച്ചതാണ്. കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് 2021 അതായത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ പറയുന്നു ഇങ്ങനെ ചെയ്തുകൂടാ എന്ന്. ഡിസ്പ്ലേ മെറ്റീരിയൽ മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ ഒബ്ജക്റ്റീവ് ലാംഗ്വേജ് ആൻഡ് ബി ഫ്രീ ഓഫ് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ഓർ പാർട്ടിസാൻ സ്റ്റാൻഡ് പോയിന്റ്. അതായത് ഇരുണ്ട കാലം എന്ന് പറയാൻ ഒരു അധികാരവുമില്ല. ഡിസ്പ്ലേ മെറ്റീരിയൽ മസ്റ്റ് ബി presented in objective language and be free of political argument or partisan standpoint എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? Government advertising shall maintain political neutrality and avoid glorification of political personalities and projecting a positive impression of the party in power or a negative impression of parties critical of the government. പ്രതിപക്ഷ പാർട്ടി വിമർശിക്കാൻ PRDക്ക് ഒരു തരത്തിലും ചട്ടം അംഗീകാരം നൽകുന്നില്ല. BNS ചട്ടങ്ങളുടെയും ലംഘനമാണ് കേട്ടോ. അപ്പോൾ ഈ തെലങ്കാനയിൽ ചെയ്യാം. നോക്കൂ, സർക്കാരിനെ പുകഴ്ത്താം. രാഷ്ട്രീയ കാര്യത്തിൽ കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് മേഡം വായിച്ച സംവിധാനം വെച്ചിട്ട് തെലങ്കാന PRDക്ക് കേരളത്തിൽ അത് ഉപയോഗിക്കാം. കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇതൊരു പരസ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിൽ ജനങ്ങളെ പറ്റിക്കലാണ്. പക്ഷെ പ്രതിപക്ഷം
പാർട്ടി മുഖപത്രത്തിൽ അടിയിൽ മഞ്ഞവരയിൽ വളരെ കുനുകുനെ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഇതാണ്. 10 വർഷങ്ങൾ മുമ്പ് കേരളം ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. ഇത് പരസ്യമാണെന്ന് പറയുന്നില്ല. വാർത്തകൾ Meet the editors.